നമസ്കാരം, ഞാൻ ഡോക്ടർ വൃന്ദ മഹേഷ്. മെലാസ്മ അഥവാ കരിമംഗല്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കവിള്, മൂക്ക്, നെറ്റി, താടിയുടെ വശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബ്രൗൺ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള പാടുകളെയാണ് മെലാസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ ആദ്യം ചെറിയ സ്പോട്ടുകളായി ആരംഭിക്കുകയും കാലക്രമേണ മുഖത്തെ പല ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. മധ്യവയസ്കരായ സ്ത്രീകളിലാണ് മെലാസ്മ കൂടുതലായും കണ്ടുവരുന്നത്. എന്തുകൊണ്ട് മെലാസ്മ വരുന്നു? മെലാസ്മയുടെ പ്രധാന കാരണങ്ങൾ: പാരമ്പര്യം, ജനിതകമായ കാരണങ്ങൾ, അമിതമായോ നിരന്തരമായോ ഉള്ള സൂര്യപ്രകാശമേൽക്കൽ, ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഗർഭധാരണം, ആർത്തവ വിരാമം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾ ഇവയെല്ലാം കാരണമുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം മെലാസ്മ വരാം. ഗർഭകാലത്ത് വരുന്ന മെലാസ്മയെ നമ്മൾ ക്ലോയാസ്മ എന്നാണ് വിളിക്കുന്നത്. ഇതല്ലാതെ തന്നെ ഈസ്ട്രജൻ അടങ്ങിയ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ ഉപയോഗവും ഫെനിറ്റോയിൻ മരുന്ന് കഴിക്കുന്നത് മൂലവും മെലാസ്മ വരാം. മാനസിക സമ്മർദ്ദവും മെലാസ്മയ്ക്ക് ഒരു കാരണമായേക്കാം. ഇത്തരം കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് സാധാരണയായി നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് വളരെയധികം മെലനോസൈറ്റ്സ് എന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ സ്കിന്നിന്റെ പുറം പാളിയായ എപ്പിഡെർമിസിൽ ബ്രൗൺ നിറത്തിലും അകത്തുള്ള ഡെർമിസ് എന്ന ലെയറിൽ ഗ്രേയിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു നിറത്തിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് രണ്ടും ചേർന്ന ഒരു മിക്സഡ് വെറൈറ്റി മെലാസ്മയ്ക്കുണ്ട്. ഇതിൽ ഡീപ്പായിട്ടുള്ള ഡെർമിസിലുള്ള ഗ്രേയിഷ് ബ്ലാക്ക് പിഗ്മെന്റേഷനാണ് ചികിത്സിക്കാൻ കുറച്ചുകൂടി ക്ലേശകരം. ഇനി നമുക്ക് മെലാസ്മയുടെ ചികിത്സയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പകൽ സമയത്ത് സൺസ്ക്രീനും രാത്രി സമയത്ത് ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമുമാണ് ഡെർമറ്റോളജിസ്റ്റുകൾ മെലാസ്മയ്ക്ക് സജസ്റ്റ് ചെയ്യുക. സ്കിൻ ലൈറ്റനിങ് ക്രീംസ് എന്നാൽ എന്താണ്? സ്കിൻ ലൈറ്റനിങ് ക്രീംസ് എന്നാൽ ഗ്ലൈക്കോളിക് ആസിഡ്, കോജിക് ആസിഡ്, വൈറ്റമിൻ സി, ഹൈഡ്രോക്വിനോൺ, ട്രനക്സാമിക് ആസിഡ് എന്നിവയെല്ലാം അടങ്ങിയ ലേപനങ്ങളാണ്. ഇവ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും സൂപ്പർവിഷനിലും മാത്രമേ ലോങ് ടേമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്ന പല സ്കിൻ ലൈറ്റനിങ് ക്രീംസിലും സ്റ്റിറോയിഡിന്റെ അളവുണ്ട്. ഈ സ്റ്റിറോയിഡ് തുടക്കത്തിൽ വളരെ പെട്ടെന്ന് സ്കിൻ ലൈറ്റനിങ് എഫക്റ്റ് തരുമെങ്കിലും ലോങ് ടേമിൽ നമ്മുടെ സ്കിന്നിന് പല വിധത്തിലുള്ള ഡാമേജുകളും സംഭവിക്കുന്നു. മെലാസ്മയുടെ തന്നെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോക്വിനോൺ എന്നൊരു കണ്ടന്റ് ട്രിപ്പിൾ കോമ്പിനേഷനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിച്ചാൽ ലോങ് ടേമിൽ നമുക്ക് പല പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളും വരാം. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രം ഇത്തരം മരുന്നുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി സൺസ്ക്രീനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇൻഫ്രാറെഡ്, യു വി ലൈറ്റ്, വിസിബിൾ ലൈറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ചൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അത് തന്നെ SPF 30 അതിൽ കൂടുതലോ ഉള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. സൺസ്ക്രീനിന്റെ സ്പെക്ട്രം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ അളവും. അത് നമ്മൾ എങ്ങനെ നിശ്ചയിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീസ്പൂൺ റൂൾ നമ്മൾ ഫോളോ ചെയ്യുക. ഒരു ടീസ്പൂൺ, അതായത് കഷ്ടിച്ചൊരു 3 ml, അത്രയുമാണ് നമ്മുടെ മുഖത്തും കഴുത്തിനും വേണ്ടത്. 3 ml വെച്ച് ഇരു കൈകളിലും വേണം. ഈ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു മിതമായ അളവിൽ സൺസ്ക്രീൻ ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് മാത്രമല്ല, നല്ല വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഈ സൺസ്ക്രീൻ മാത്രമല്ല പരമാവധി ബോഡി കവർ ചെയ്യുകയും കുട ചൂടുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെ ഇട്ട സൺസ്ക്രീൻ വൈകുന്നേരം വരെ നിൽക്കുകയില്ല. അതുകൊണ്ട് ഒരു 3 to 4 hours കൂടുമ്പോൾ അത് റീഅപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ രീതിയിൽ സൺസ്ക്രീനും സ്കിൻ ലൈറ്റനിങ് ക്രീമുകളും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും സൂപ്പർവിഷനിലും ഉപയോഗിച്ച ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഗുണം കിട്ടാതിരിക്കുമ്പോഴാണ് ഡോക്ടേഴ്സ് പ്രൊസീജിയേഴ്സ് സാധാരണയായി സജസ്റ്റ് ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്നതാണ് കെമിക്കൽ പീലിംഗ്, ലേസർ, മൈക്രോ നീഡ്ലിംഗ്, ഇഞ്ചക്ഷൻ ട്രനക്സാമിക് ആസിഡ്. ഇതല്ലാതെ ഓറലായിട്ടും ട്രനക്സാമിക് ആസിഡും ആന്റി ഓക്സിഡൻസും പല ഡോക്ടേഴ്സും നൽകാറുണ്ട്. ഇതിൽ പേഷ്യന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ സെഷനിൽ തന്നെ മെലാസ്മ ഒരിക്കലും അപ്രത്യക്ഷമാവുകയില്ല. ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഒരു ക്ലിനിക്കിലോ ഒരു ഹോസ്പിറ്റലിലോ മൾട്ടിപ്പിൾ സെഷൻസിലൂടെയാണ് മെലാസ്മ ചികിത്സിക്കുന്നത്. മാത്രവുമല്ല, മെലാസ്മ ഒരു തവണ ചികിത്സിച്ച് ഭേദമാക്കിയാലും മെലാസ്മ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീട് അത് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീനും സ്കിൻ ലൈറ്റനിങ് ക്രീംസും സ്ഥിരമായി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.